ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ സമാധാനവാഹകരാകുവാൻ സഭൈക്യ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന് CSI മലബാർ മഹായിടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ കോഴിക്കോട്ട് നടന്ന സഭൈക്യ പ്രാർത്ഥനയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ആഗോള കത്തോലിക്ക സഭയും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഭൈക്യ പ്രാർത്ഥനയോടനുബന്ധിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ചേർന്ന് സഭൈക്യ പ്രാർത്ഥന നടത്തി. CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ സന്ദേശം നൽകി. മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ സമാധാനവാഹകരാകുവാൻ സഭൈക്യ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്നും സഭാശക്തിയെ ലോകനന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സംഘർഷം, യുദ്ധം ഇതെല്ലാം നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ കൂടുതൽ സംഘർഷത്തിലേക്ക് അനുദിനം മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണിത് ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? യേശുവിന്റെ ശിഷ്യന്മാരിലൂടെ ദൈവ സമാധാനം ലോകത്തിലേക്ക് എത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ട്രഷറർ റവറൻ ഡോക്ടർ TA ജെയിംസ്, കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺ ജൻസൺ പുത്തൻപുരയിൽ, കോഴിക്കോട് എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പ് പ്രസിഡന്റ് ഫാദർ ഡോക്ടർ ജെറോം ചിങ്ങന്തറ, CSI മലബാർ മഹാ ഇടവക ക്ലർജി സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ, സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വികാരി റവറൻ സുനിൽ ജോയ്, ബിലാത്തികുളം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ എൽദോസ്, സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വികാരി ഫാദർ ബേസിൽ, കൽദായ സുറിയാനി സഭാ വികാരി ഫാദർ ബിനു ജോസഫ്, റവറൻ ശോഭൻ കുമാർ, റവറൻ സാജു ബെഞ്ചമിൻ, റവറൻ രാജു ചീരൻ, ബിപിൻ മാത്യു, YMCA ജനറൽ സെക്രട്ടറി ജോൺ അഗസ്റ്റിൻ, YWCA പ്രസിഡന്റ് സോഫിയ മൈക്കിൾ, ഷവലിയർ C ചാക്കുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട